പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാന സത്തയെയും ഇതിന്റെ വിശുദ്ധമായ മാനങ്ങളെയും ജീവിതത്തിലും സമൂഹത്തിലും തന്റെ കുടുംബങ്ങളിലും ജീവിച്ചു കാണിച്ചു പോയ മഹാന്മാരാണ് ഉലമാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമ. അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെട്ട് ജീവിക്കുന്നവർ അത് പണ്ഡിതന്മാർ മാത്രമേയുള്ളൂ. കാരണം അവർ മാത്രമാണ് അല്ലാഹുവിനെ മനസ്സിലാക്കിയത്. അവർ ദീനിനു വേണ്ടി പണിയെടുത്ത് പരിശുദ്ധമായ ഈ വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്ക് രാപ്പകലുകൾ കഷ്ടപ്പെട്ട് സമൂഹത്തിന്റെയും സമൂഹത്തിന്റെയും എല്ലാ സ്പർദ്ധകളെയും അടിസ്ഥാനങ്ങളെയും മനസ്സിലാക്കി വിജ്ഞാന പ്രസരണയിൽ അവർ വ്യാപൃതരായവരാണ്. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമ. ഇത് അല്ലാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നബിയെ, സമൂഹത്തിനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല എന്നാണ്. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമമല്ല. അറിവുള്ളവർക്ക് അതിൻ്റെതായ പവറുണ്ട്. അത് ഈ ലോകത്താണെങ്കിലും അല്ലാഹുവിന്റെ അടുക്കലാണെങ്കിലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം അവർ രാപ്രയാണം നടത്തി ദീനിന്റെ ഈ മഹത്തായ ആശയങ്ങൾ പൊതുജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നവരാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നൽ ഉലമാ, പണ്ഡിതന്മാർ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, ഇവിടെ ഒരിക്കലും സമ്പത്തിനെ അവർ നേടിയെടുക്കാൻ വന്നവരല്ല, സമ്പത്തിനെ നേടിയെടുക്കാൻ വന്നവരല്ല. എന്നാലോ ഇന്നമാ വറസുൽ ഇൽമ, അവർ ഇവിടെ നിന്ന് അനന്തരമെടുത്തത് അത് അറിവിനെയാണ്, ദീനിനെയാണ്, പരിശുദ്ധമായ ഇസ്ലാമിനെയാണ്. അങ്ങനെയാണ് അവർ ലോകത്ത് വൈജ്ഞാനിക മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പറയാണ്, ഫമൻ നഹദഹു അഹദ, ആരെങ്കിലും ഈ സച്ചരിതരായ പണ്ഡിതന്മാരുടെ പിറകെയായി ഇവർ നൽകുന്ന ഉപദേശങ്ങൾ, നസീഹത്തുകൾ, മാർഗനിർദ്ദേശങ്ങൾ ആരെങ്കിലും മുറുകെ പിടിച്ചാണോ ജീവിക്കുന്നത്, ഫമൻ നഹദഹു അഖദ ബിഖൽലിൻ വാഫിർ, ഇവർ സൗഭാഗ്യവന്മാരായി എന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സമീപ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ ഒരുപാട് പണ്ഡിതന്മാർ. ഏതാനും കഴിഞ്ഞ ആഴ്ചയാണ് കർണാടക ഭാഗത്ത് കാസർഗോഡ് പല മഹല്ലകളുടെയും ഖാദിയായിരുന്ന ഉസ്താദ് നവ്വറല്ലാഹു മർത്തദ ഒട്ടനേകം മഹല്ലകളുടെ ഖാദിയായിരുന്നു. ഇന്നലെയും മഹാനായ ശൈഖുൽ ജാമിഅ ആലികുട്ടി ഉസ്താദ് ഒരു സമൂഹത്തിന്റെ, ഒരു കേരളീയ വൈജ്ഞാനിക മുന്നേറ്റത്തിന് ഒരു ജീവിത പുരുഷായുസ് മുഴുവൻ, തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ആത്മജ്ഞാനിയായ മഹാപുരുഷനായിരുന്നു മഹാനായ ശൈഖുൽ ജാമിഅ ആലികുട്ടി ഉസ്താദ് എന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ പറഞ്ഞു, അവർ സമ്പത്ത് ഒരിക്കലും ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അവർ അനന്തരം നൽകിയത് അവരുടെ വൈജ്ഞാനിക വിപ്ലവങ്ങളാണ്. മഹാനായ ആലികുട്ടി ഉസ്താദിനെ പറയുമ്പോൾ, അവരുടെ കുടുംബത്തെ പറയുമ്പോൾ വളരെയധികം സമ്പന്നരാണ് അവരുടെ കുടുംബം. പക്ഷേ അവരുടെ സമ്പത്ത് മുഴുവൻ ദീനി വഴിയിലാണ് ചിലവഴിച്ചു കൊണ്ടിരുന്നത്. ജാമിഅ നൂരിയ അറബി കോളേജ് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം, ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ആ സ്ഥാപനത്തിന്റെ ഒരു മുഖ്യ കാര്യദർശിയായി മാറിയിരുന്ന മഹാനായ ആലികുട്ടി ഉസ്താദിന്റെ അനുജൻ മുഹമ്മദ് ഫൈസി എന്ന് പറയുന്നവരും അവരും, അതുപോലെ അതിനുശേഷം അവരുടെ മറ്റൊരു അനുജനും ഈ അടുത്താണ് ഈ ലോകത്ത് നിന്ന് വഫാത്തായത്.
എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖുൽ ജാമിഅയെ കുറിച്ച് പറയുമ്പോൾ ആ മഹാമനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ ഒരു യൗവന കാലഘട്ടത്തിൽ തന്നെ, ബാല്യകാലത്ത് തന്നെ മഹാപ്രതിഭയായിരുന്നു എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നോക്കൂ നിങ്ങൾ, 17-ാമത്തെ വയസ്സിലാണ് സ്വന്തം നാട്ടിൽ തന്റെ പിതാവ് മുഅദ്ദിനായി ജോലി ചെയ്യുന്ന പള്ളിയിലെ ഖത്തീബായി സേവനം ചെയ്തിരുന്നത്. ഏത് കാലഘട്ടത്താണിത്? മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദയെ പോലെയുള്ള, കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ, ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ അഭിമാന സ്തംഭമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുത്തിരുന്ന മഹാന്മാരായ പൂർവസൂരികൾ ആ ജീവിച്ചിരുന്ന കാലഘട്ടത്താണ് മഹാനായ ശൈഖുൽ ജാമിഅ അലികുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ 17-ാമത്തെ വയസ്സിൽ സ്വന്തം നാട്ടിലെ പള്ളിയിലെ ഖത്തീബായി സേവനം ചെയ്തു. 20-ാമത്തെ വയസ്സിലാണ് സ്വന്തം മഹല്ലിലെ തിരൂർക്കാട് മഹല്ലിലെ ഖാദിയായി സേവനം ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലാഹു ഇൽമ നൽകി ലോകത്തെ ഏറ്റവും വലിയ ദർജകൾ നൽകി ഉയർത്തപ്പെട്ടു എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് നിങ്ങൾ നോക്കൂ, 1979 മഹാനായ ശംസുൽ ഉലമ ജാമിഅ നൂരിയ അറബി കോളേജിൽ മുദരിസായി സേവനം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ 1979 മഹാനായ ശംസുൽ ഉലമ ജാമിഅയിൽ നിന്ന് മാറി നിന്നപ്പോൾ ആ സമയത്താണ് മഹാനായ ആലികുട്ടി ഉസ്താദ് ജാമിഅയിൽ ഉസ്താദായി സേവനത്തിന് വരുന്നത്. 1979 ഇന്നലെ വരെ ജാമിഅ നൂരിയ അറബിയിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ബുഖാരിയും മുസ്ലിമും വലിയ വലിയ കിതാബുകൾ ദർസ് പഠനം നടത്തി കൊടുത്തിരുന്ന മഹാനായ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ആലികുട്ടി ഉസ്താദ് എന്ന് പറയുന്ന മഹാപ്രതിഭ. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരു പ്രതിഭയെ നമുക്ക് ഒരുപക്ഷെ വായനകളിൽ പോലും ഇങ്ങനെ കാണപ്പെടാൻ സാധിക്കാറില്ല. കാരണം ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ശബ്ദമായി മാറിയ ഒരുപാട് പ്രബന്ധങ്ങൾ, ഒരുപാട് സെമിനാറുകളിൽ പ്രബന്ധം അവതരിപ്പിച്ച മഹാവ്യക്തിത്വമായിരുന്നു മഹാനായ ശൈഖുൽ ജാമിഅ ആലികുട്ടി ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാന്റെ ആ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമായിട്ടായിരുന്നു ജാമിഅ നൂരിയയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സമൂഹത്തിന്റെ വ്യത്യസ്ത ദിശകളിൽ, മേഖലകളിൽ അധ്യാപനം നടത്തിയിരുന്ന, മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആലിമീങ്ങൾക്ക് ദർസ് നടത്തിയിരുന്ന മഹാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർത്തു പോവുകയാണ്, തന്റെ വാർദ്ധക്യത്തിന്റെ അവശതകളുടെ അവസാന സമയത്ത് പോലും ശൈഖുൽ ജാമിഅ ആലികുട്ടി ഉസ്താദ് ക്ലാസ്സിൽ വന്ന്, പള്ളിയിൽ വന്ന് തങ്ങളെ കാത്തിരിക്കുന്ന ഈ 100 കണക്കിന് മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് കൊടുക്കുകയാണ്. ഉസ്താദിന്റെ ഒരു പ്രത്യേകത, ഏകദേശം 45 വർഷത്തിലധികമായി ബുഖാരി എന്ന് പറയുന്ന കേരള മുസ്ലിങ്ങൾ മാത്രമല്ല ലോക മുസ്ലിങ്ങൾ പരിശുദ്ധമായ ഖുർആനിന് ശേഷം ഏതൊരു ഗ്രന്ഥത്തെയാണോ പരിശുദ്ധമായി കാണുന്നത്, അത് ബുഖാരി എന്ന് പറയുന്ന മഹത്തായ ഹദീസ് ഗ്രന്ഥമാണ്. ഇത് 45 വർഷത്തിലധികമായി മഹാനായ ആലികുട്ടി ഉസ്താദ് ഓതി കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊക്കെ പഠിക്കുന്ന ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് ജാമിഅയിൽ പഠിക്കുമ്പോൾ ഉസ്താദ് ഒരു പക്ഷേ അതിന്റെ തുടക്കം പറഞ്ഞു കൊടുത്താൽ ആ ഹദീസ് മൊത്തം വായിച്ച് അതിന്റെ അർത്ഥം വെക്കുന്ന അത്രത്തോളം ഹദീസ് മനപ്പാഠമുള്ള മനുഷ്യനായി മാറിയിരുന്നു എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ഒരു ശ്രദ്ധചിത്തമായ ശൈലി ഉണ്ടായിരുന്നു. എല്ലാവരെയും ഒരുപോലെ കണ്ട് വിനയവും അതുപോലെ താഴ്മയും എളിമയും സമഞ്ജസം സമ്മേളിച്ച മഹാമനുഷ്യൻ. ഞാൻ പറഞ്ഞു അതുപോലെ ലോകത്തിന്റെ വ്യത്യസ്ത ദിശകളിൽ റാബിത്തത്തുൽ ആലം എന്ന് പറയുന്ന ലോക മുസ്ലിങ്ങളെ ബന്ധിപ്പിക്കുന്ന സംഘടനയുണ്ട്. അവിടെ പോയി മുസ്ലിമീങ്ങളുടെ, ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ നേതാവായി പ്രബന്ധം അവതരിപ്പിക്കാൻ വരെ മഹാനായ ശൈഖുൽ ജാമിഅക്ക് അവസരം ലഭിച്ചതായി ഓർത്തുപോവുകയാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മഹാനായ ആലി ഉസ്താദി എന്ന് പറയുന്ന മഹാപുരുഷൻ ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച വിട പറഞ്ഞ ഉസ്താദ്. ഒരുപാട് മഹലിന്റെ പാതയായി സേവനം ചെയ്ത മഹാനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം മാലിന്യങ്ങൾ കടന്നു പോകുമ്പോ, മരണപ്പെട്ടു പോകുമ്പോ ലോകം ശൂന്യമാവുകയാണ്, ഈ ഭൂമി അസ്തമിച്ചു പോവുകയാണ്. കാരണം പകരക്കാരനില്ലാത്ത ഒരു ആലിമിനെ ലോകം തേടുകയാണ്. മഹാനായ ശംസുൽ ഉലമയ്ക്ക് ശേഷം പിന്നൊരു ശംസുൽ ഉലമയെ നമ്മൾ കണ്ടിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദിന് ശേഷം പിന്നെ ഒരു കണ്ണിയത്ത് ഉസ്താദിനെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടില്ല. കാലം എത്ര പുരോഗമനം വർദ്ധിച്ചാലും, എത്ര ആധുനിക ടെക്നോളജികൾ അറിവിന്റെയും അതുപോലെ വൈജ്ഞാനിക വഴികളിൽ സ്ഫുരണം ചെയ്താലും ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും പിന്നെ പിറവിയെടുത്തിട്ടില്ല എന്നത് നമ്മുടെ ഏറ്റവും വലിയ സങ്കടകരമാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അത് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണെന്നാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത്. പണ്ഡിതന്മാർ അമ്പിയാക്കൾ ചെയ്തിരുന്ന അതേ ദൗത്യമാണ് അറിവിനെ വ്യത്യസ്ത മേഖലകളിൽ ചെന്ന് അത് പഠിപ്പിച്ചു കൊടുക്കുക, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, നന്മ കൽപ്പിക്കുക, തിന്മയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരം ഒരു മഹാമനുഷ്യൻ ഈ ആലി ഉസ്താദ് എന്ന് പറയുന്ന മഹാപണ്ഡിത പ്രതിഭ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം റാഹത്തിലും വെളിച്ചത്തിലുമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണുന്ന ഈ ഫൈലി പണ്ഡിതന്മാർ ഒരു പക്ഷേ ഈ സമീപകാലങ്ങൾ നമ്മളൊക്കെ കേട്ടറിഞ്ഞ പ്രശസ്തരാകട്ടെ, പ്രശസ്തരല്ലാത്തവരാകട്ടെ, ഏത് ഫൈലി പണ്ഡിതന്മാരും ഈ ആലി ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. അതിലേറെ വലിയ തൗഫീഖ് എന്താണ് ഒരു മനുഷ്യൻ ഖബറിൽ കിടക്കുമ്പോ ഇന്ന് ആയിരക്കണക്കിന് പള്ളികളിൽ ഒരു മനുഷ്യന് വേണ്ടി ജനാസ നമസ്കരിക്കാൻ, മയ്യിത്ത് നമസ്കരിക്കാൻ നോക്കൂ നിങ്ങൾ. ഇന്നലെ മരണപ്പെട്ടത് മുതൽ 1 മണി വരെ 36 തവണയാണ് മയ്യിത്ത് നമസ്കരിച്ചത് എന്ന് പറയാം. അണമുറിയാത്ത ജനപ്രവാഹം, തോരാത്ത മഴയത്തും തങ്ങളുടെ ഈ ആത്മീയ നേതാവിനെ അവസാനമായി ഒരു നോക്കു കാണാൻ എത്രയോ ജനോപലക്ഷമാളുകൾ. മുഅ്മിനീങ്ങളെ, നമുക്കും കൊതിക്കണം ഒരു മരണം. ഒരു പക്ഷേ എങ്ങനെയൊന്നും ആകാൻ കഴിയണമെന്നില്ല, പക്ഷെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പുണ്യമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരിയോടെ ഇവിടുന്ന് മരണപ്പെടാനെങ്കിലും സാധിക്കണേ എന്നാണ് നമ്മുടെ ദുആകൾ, നമ്മുടെ പ്രാർത്ഥനകൾ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർ നോക്കൂ നിങ്ങൾ. ഒരു വെള്ളിയാഴ്ച രാവ് നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅ ഔ ഫീ നഹാരിഹാ. ഒന്നല്ലെങ്കിൽ ജുമുഅയുടെ രാവ്, അല്ലെങ്കിൽ അതിന്റെ പകൽ. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം ഒരു മുഅ്മിൻ ഈ സമയത്ത് മരിച്ചാൽ അവന്റെ ഖബറിലുള്ള ചോദ്യം, ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ മയ്യിത്ത് ഖബറിൽ വെക്കുന്നതിന് മുമ്പ് ആ മയ്യിത്ത് ഏറ്റവും കൂടുതൽ ഭയവിഹ്വലനാകുന്നത് ഖബറിലുള്ള ചോദ്യത്തെ ഭയം കൊണ്ടാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അതാണ് ഖബറിൽ മയ്യിത്ത് വെക്കുമ്പോൾ പിന്നീട് അവിടെ നിന്ന് ഇദാ ജാഅൽ മലക്കാനിൽ കരീമാനിൽ ലാഹിലായിൽ മുസമ്മയാനി എന്ന് പറഞ്ഞ് തൽഖീൻ ഈ മയ്യിത്തിന്റെ തലഭാഗത്ത് വെച്ച് ഖബർ മൂടിയാൽ അവിടെ വെച്ച് ചൊല്ലിക്കൊടുക്കുന്നത്. കാരണം ഈ മയ്യിത്തിന് ഇനി കുറച്ച് ചോദ്യങ്ങൾ വരാനുണ്ട് ഈ ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ. എന്നാൽ വെള്ളിയാഴ്ച ദിവസമോ അതിന്റെ പകലിലോ അതിന്റെ രാവിലോ മരണപ്പെട്ടാൽ, അങ്ങനെ മരണപ്പെട്ട് മയ്യിത്ത് ഖബറടക്കിയാൽ അത്തരം ചോദ്യങ്ങൾക്ക് ലഘൂകരണം ഉണ്ടാവുമെന്ന് ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പുണ്യമായ ഒരു സമയത്ത്, പുണ്യമായ ഒരു രാവിൽ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ തഹ്‌ലീലും ഇന്ത്യയിലും കേരളത്തിലുമുള്ള അനേകം പണ്ഡിതന്മാർ, സയ്യിദന്മാർ, ഉലമാക്കൾ, സംഘടന, വൈചാരിക ഭേദമന്യേ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി ഫാത്തിഹയും ഇഖ്ലാസും ഓതി മഹാനായ ശൈഖുനെ സ്വർഗ്ഗത്തിലേക്ക് യാത്രയാക്കുന്നത് കാണുമ്പോൾ എന്റെ മുഅ്മിനീങ്ങളെ നമ്മളും ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങൾക്കും നല്ല മരണം നീ നൽകണേ തമ്പുരാൻ.
ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ഇസ്സത്തോടെ മരണപ്പെടാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഒരു കാതലാണ് ആലിക്കുട്ടി ഉസ്താദ്. വെറുതെ ആലിക്കുട്ടി ഉസ്താദായതല്ല, പഠിതാവായി നല്ല പണ്ഡിതനായി പിന്നീട് ലോകത്തിന് സമർപ്പിക്കുന്ന ആലിമായി മാറിയതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ ദീനിന്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിപ്പിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവണം. ഇത്തരം മരണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടതിനെ സാന്ദർഭികമായി